ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രീ ആയിരുന്നപ്പോൾ തോന്നിയൊരു ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ കിച്ചൻ്റെ എല്ലാ സൈഡും ഒരുപോലെ എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതിലും പെട്ട ഒന്നാണ് ഷെൽഫുകളും റാക്കുകളൊക്കെ. അപ്പോൾ നമ്മൾ ബോട്ടിലുകളൊക്കെ വെക്കുന്ന ഷെൽഫില്ലേ, അപ്പോൾ അതിൽ നമ്മൾ ബോട്ടിൽ എടുത്തിട്ടും വെച്ചിട്ടും അതുപോലെ തന്നെ എണ്ണയുടെയും ഓയിലിന്റെ ഒക്കെ ബോട്ടിലുകൾ വെക്കുമ്പോൾ അതിൽ കറകളും പാടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ പാടുകളും കറകളൊന്നും ഇല്ലാണ്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു സൊല്യൂഷനും ഞാൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതും കൂടെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പഴയ വീട്ടിലൊക്കെ മരത്തടി കൊണ്ടായിരിക്കും ഷെൽഫുകൾ. സൊല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളും അരിപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിനറാണ് എടുത്തിട്ടുള്ളത്. സോപ്പിന്റെ പാത്രം പെട്ടെന്ന് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്റെ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പുതിയ പോളിഷ് ചെയ്ത് അതേ ഫിനിഷിങ് കിട്ടൂട്ടോ നമ്മുടെ ഈ ലിക്വിഡോട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് എന്റെ കിച്ചണ്. അപ്പൊ ജസ്റ്റ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ റാക്ക് ഞാനിങ്ങനെ ക്ലീൻ ആക്കി പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പോന്നപ്പോഴാണ് ഈ റാക്ക് ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കുന്നത് കണ്ടത്. കാരണം ഗ്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നീക്കി വെച്ചിട്ടൊക്കെ കയ്യിൽ വരയൊക്കെ വീണിട്ടുണ്ട്. ഇപ്പൊ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോട്ടിലുകൾ ഇതൊക്കെ ഇവിടുന്ന് മാറ്റി വെക്കുന്നതിന് മുമ്പ് ഞാൻ അതിലേക്കുള്ള നമ്മുടെ ഗ്ലാസ് ഇതൊക്കെ ക്ലീൻ ചെയ്യും. ഇപ്പൊ കുറച്ച് പഴയ വീട്ടിലൊക്കെ മരത്തടി കൊണ്ടായിരിക്കും ഇങ്ങനെ ഷെൽഫുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ആ ഷെൽഫ് ആയാലും നമ്മൾ പുതിയ പോളിഷ് ചെയ്ത് അതേ ഫിനിഷിങ് കിട്ടൂട്ടോ നമ്മുടെ ഈ ലിക്വിഡോട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ആദ്യം ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളും അരിപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിനറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കർപ്പൂരം എടുത്തിട്ടുണ്ട്. കർപ്പൂരം വലിയ പീസല്ല കേട്ടോ, അങ്ങനെ ചെറിയ പീസുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നൊരു 3 പീസാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ അരിപ്പിൽ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ ഇത് നല്ലോണം പൊടിഞ്ഞു കിട്ടും കേട്ടോ. നമ്മൾ സ്പ്രേ നോസിലിന്റെ ബോട്ടിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതില് കൂടെ വരാന് തക്കത്തിനാണ് നമ്മൾ ഇതൊന്ന് പൊടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിന്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ നമ്മുടെ പാറ്റയും പ്രാണികളൊന്നും നമ്മുടെ ഷെൽഫിൽ വരൂല. കാരണം നമ്മുടെ ഫുഡ് ഐറ്റംസിന്റെ ബോട്ടിലുകളല്ലേ വെക്കുന്നത്. ഇനിയിപ്പോ നമ്മള് പാത്രങ്ങളൊക്കെ വെക്കുന്ന റാക്കിലാണെങ്കിൽ പോലും ഇത് വെക്കാട്ടോ. ഈ ലിക്വിഡ് കൊണ്ട് ക്ലീൻ ചെയ്യാം. ഞാൻ 2 റാക്കും, എനിക്ക് 2 ഷെൽഫാണ് കിച്ചണിലുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ വാസ്ലീനാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതിപ്പോ ഹെർബലിന്റെ വാസ്ലീനാണ് എൻ്റെ കയ്യിലുള്ളത്. മറ്റേ വാസ്ലീൻ തീർന്നിട്ടോ, ഇതന്നെ തീർന്നിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് വാസ്ലീന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാസ്ലീനാണ് നമ്മുടെ ഗ്ലാസുകൾക്കും അതുപോലെ അല്ലെങ്കിൽ തടിയുടെ മരത്തിന്റെ ഒക്കെ ഷെൽഫാണെങ്കിൽ അതിനൊക്കെ, ഇപ്പൊ നമ്മുടെ ഡോറിനൊക്കെ ആണെങ്കിലും ഗ്ലാസിന്റെ അല്ലെങ്കിൽ മരത്തിന്റെ ഒക്കെ ടേബിളിനാണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഷൈനിങ് ആയിട്ട് നിൽക്കാൻ, പോളിഷ് ചെയ്ത പോലെ ഷൈനിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ വാസ്ലിൻ ജെല്ലിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വൈറ്റ് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ, കാരണം അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുന്നത്. ഫസ്റ്റ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സോപ്പോ എന്തെങ്കിലും വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. 2ാമത്തെ പ്രാവശ്യം അതൊന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളാണ് ലിക്വിഡ് ആവശ്യമുള്ളത് വെച്ചാൽ അത്രയും നമ്മൾ വിനാഗിരി വെച്ചിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഈ അരിപ്പയിൽ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നത് പെട്ടെന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. വാസ്ലിന് അലിഞ്ഞു കിട്ടൂല. അത് ബോട്ടിലാ, സ്പ്രേ നോസിൽ. അത് ലിക്വിഡ് സ്ക്രബ് ചെയ്യാനല്ലേ, ക്ലീൻ ചെയ്യാൻ. റൂമല്ല, മമ്മിന്റെ കിച്ചണത്തെ ഷെൽഫ് ക്ലീൻ ചെയ്യാനാട്ടോ. കുറച്ച് സമയമായി ഞാനിപ്പോ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇതില് വാസ്ലീനിന്റെ തരിതുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നല്ലതുപോലെ അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പയിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്.
എന്നിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബോട്ടിലേക്ക് അല്ലെങ്കിൽ ബോട്ടിൽ വെച്ചിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് സ്പ്രേ ചെയ്താൽ മതി. വീണ്ടും നമ്മൾ ഈ അരിപ്പ യൂസ് ചെയ്യുന്ന അരിപ്പയാണെങ്കിൽ നല്ലതുപോലെ കഴുകണം കേട്ടോ, അല്ലെങ്കിൽ വാസലിനിന്റെ അംശങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒഴിവാക്കുന്ന അരിപ്പ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇത് പഴയ ഇതിൻ്റെ അടുത്ത് ഇതുപോലത്തെ കുറച്ച് 2 അരിപ്പ ഉണ്ട് കേട്ടോ. നമ്മൾ കിച്ചണിലേക്കൊന്നും ഇതിനൊന്ന് നമുക്ക് പുറത്തേക്കത്തെ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന്. അപ്പൊ നമ്മള് വീട്ടിലെ കിച്ചണിലുള്ള അരിപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഇത് നല്ല പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആ പേസ്റ്റ് ആക്കി കൊടുത്തതിൻ്റെയാണ് ഇങ്ങനെ പതഞ്ഞിട്ട് വരുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ, കർപ്പൂരം കൂടെ അതിലേക്ക് ചേർത്തത് കൊണ്ട്. മുക്കാൽ ഭാഗം ബോട്ടിൽ ഒഴിച്ചെടുക്കുന്നുള്ളൂ, കാരണം ഇത് ഇടക്കിടക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ചെയ്യുന്നത്. നമ്മുടെ കിച്ചണത്തെ ആയാലും ബാത്റൂമത്തെ ആയാലും ഒക്കെ ഇങ്ങനത്തെ ടാപ്പുകളൊക്കെ ഈ ലിക്വിഡ് വെച്ചിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല ഷൈനിങ്, നല്ല ഇതുപോലെ തിളങ്ങി കിട്ടും കേട്ടോ. പിന്നെ ബോട്ടിലിന് എന്തോ പ്രശ്നമുണ്ട് തോന്നണം, അപ്പൊ ഇത് കൂടെ വരുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇതൊരു തുണി വെച്ചിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇപ്പൊ നമ്മുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ ഒത്തിരി പാടുകൾ ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്ലാസ് നല്ലോണം മങ്ങിയതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ നേരിട്ട് ഇങ്ങനെ ഡയറക്റ്റ് നോക്കുമ്പോൾ അങ്ങനെ തോന്നൂല, ഫീൽ ചെയ്യൂല കേട്ടോ. പക്ഷെ നല്ലോണം കറിയുണ്ടെന്ന് എനിക്ക് ഡെയിലി കാണുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ ഉണ്ടാക്കി തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ സെൽഫിലുള്ള ഓരോ പാത്രങ്ങളും നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ എത്രത്തോളം ഐറ്റംസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കയ്യിലുള്ളത് ബാലൻസ് ബോട്ടിൽ ഇടാനുണ്ടോ, ബോട്ടിലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്യും. എല്ലാം ഒന്ന് ഫ്രഷ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇതാണ് എന്റെ റാക്കിന്റെ അവസ്ഥ കേട്ടോ. ഇതിലൊക്കെ ഒത്തിരി ചളികളും കറകളും പാടുകളും ഒക്കെ ഉണ്ട്, കണ്ടോ. അപ്പോ ഞാൻ മാത്രമല്ല, മക്കള് വന്നെടുക്കും, സ്റ്റൂൾ വെച്ചിട്ട് കസേര വെച്ചിട്ടൊക്കെ ഇവിടെ കയറിയിട്ട് എടുക്കും, പഞ്ചസാര എടുക്കും, ഹോർലിക്സ് എടുക്കും, ബോട്ടിൽ ഇവിടെ വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുവരും. മമ്മി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഈ താഴെയുള്ള പീസിൽ വര വീണിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഇനി ന്യൂസ് പേപ്പർ വിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഷെൽഫൊക്കെ ഉണ്ടാക്കൂല്ലേ റാക്കിലൊക്കെ, റൂമിലൊക്കെ, അതിന്റെ ഒരു പീസായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് അവരോട് ഏറ്റവും താഴെ ബോട്ടിൽ എണ്ണേന്റെ പാടൊക്കെ ഉണ്ടാവില്ലേ ബോട്ടിലൊക്കെ, എണ്ണയുടെ ബോട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുരച്ച് കളഞ്ഞപ്പോ സമയത്ത് കറയൊക്കെ വരച്ച് കളഞ്ഞ സമയത്ത് അങ്ങനെ പാടുകളൊക്കെ ആയതാണ് കേട്ടോ. പിന്നെ ബോട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്തൊക്കെ വെക്കുമ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ ഫുൾ എല്ലാം ഇതിലുള്ള ഷെൽഫിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് അത് ഷെൽഫ് ക്ലീൻ ചെയ്യുന്നത് കാണിക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ 2 തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഇപ്പൊ ഡ്രൈ ആയിട്ടുള്ളതാണ്. ഒന്ന് ആദ്യം നമ്മുടെ ഷെൽഫ് സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രബ്ബർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിൽ വരെയൊന്നും വീഴൂല കേട്ടോ. അപ്പൊ ഇത് നല്ലോണം നനച്ചിട്ട് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴുകുന്നത്. ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്, കാരണം എണ്ണമഴക്കും ഇതൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ രണ്ടാമതാണ് നമ്മുടെ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഡ്രൈ ആയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ ഷൈനിങ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2 തുണി എടുക്കണം. ഫസ്റ്റ് നമ്മൾ
ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന തുണി ഒരിക്കലും രണ്ടാമത് ക്ലീൻ ചെയ്യാൻ എടുക്കരുത്. അതിന് വേണ്ടിയിട്ട് രണ്ട് തുണികൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എണ്ണമഴക്കുള്ള സ്ഥലത്ത് ഏരിയയിൽ മാത്രമാണ് നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത്. ഗ്ലാസിന്റെ രണ്ട് വശവും താഴെ വശവും മുകൾ വശവും ഒരുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് എല്ലായിടത്തും സോപ്പ് വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ സോപ്പ് കഴുകി കളയാൻ വേണ്ടിയിട്ട് തുണി നനച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ആയ അവസ്ഥയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ സോപ്പിന്റെ പത പെട്ടെന്ന് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഡ്രൈ ആയ തുണി കൊണ്ട് തന്നെ ഫസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നത്. എനിക്ക് ഈ ഷെൽഫിനെക്കാളും ക്ലീൻ ചെയ്യാന് ബുദ്ധിമുട്ട് ഈ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ഈ ഗ്ലാസ്സുകളാണ് കേട്ടോ. നമ്മൾ കവർ ചെയ്ത് നിൽക്കുന്ന ഈ ഗ്ലാസ്സുകളാണ്. അപ്പൊ ഇനി ഞാൻ ഈ ക്ലോത്ത് ഒന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഏകദേശം സോപ്പിന്റെ പതകളൊക്കെ ഇതുകൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഡ്രൈ ആയ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സോപ്പിന്റെ പതയെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്ലാസ് ഒക്കെ നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഇതിൽ തൊടുമ്പോ ഇങ്ങനെ പെട്ടെന്ന് വരയൊന്നും വീഴുന്നില്ല കേട്ടോ. അപ്പൊ ഇനിയാണ് നമ്മുടെ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്നും കൂടെ തുടച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കൂടെ ഒന്നും കൂടെ ഷൈനിങ് ആയിട്ട് നിൽക്കൂട്ടോ നമ്മുടെ ഗ്ലാസ് ഒക്കെ. ഇത് കണ്ടോ, ഗ്ലാസ് ഒക്കെ നല്ലോണം ഇതിപ്പോ ഇവിടെ ഓയിൽ വെച്ചിരുന്ന ഏരിയ ആണ്. ഇതിവിടെ ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ ഗ്ലാസ്സിൽ വരച്ചിട്ടൊന്നും വരയൊന്നും വീഴുന്നില്ല. അപ്പൊ ഇത് നമ്മൾ രണ്ടാമത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. പിന്നെ ഇത് നമ്മുടെ സൊല്യൂഷൻ. അപ്പൊ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആണ് ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ബോട്ടിലുകളും ഇവിടെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഈ രണ്ട് സൈഡിലായിട്ട് സിങ്കിന്റെ രണ്ട് സൈഡിലായിട്ടാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. കാരണം സിങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഞാനൊരു നേരത്തെ നമ്മൾ തുടക്കാനും ഡ്രൈ ആക്കാനും എടുത്തത്, ലാസ്റ്റ് ക്ലീൻ ചെയ്യാൻ എടുത്തിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം ഒഴിച്ചിട്ട് ഞാൻ ഇപ്പൊ നോമ്പിനല്ലേ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചത്. അപ്പൊ ഇനി പുറം വശത്ത് ജസ്റ്റ് ഒന്ന് പൊടി, ഇതിന്റെ ടോപ്പിലും താഴെ വശത്ത് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഷെൽഫിലേക്ക് തന്നെ തിരിച്ചു വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബോട്ടിലുകളിൽ കുറവുള്ള ഐറ്റംസ്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു പേപ്പറിൽ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിലാണോ മാസത്തിലാണോ നമ്മൾ പർച്ചേസിന് പോകുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ വാങ്ങാനും
നമുക്ക് ഓർത്തെടുക്കാനൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിച്ചണിൽ ഒരു ഡയറി ഉണ്ട്. അപ്പൊ അതില് ഓർത്ത് എഴുതി വെക്കാറാണ് പതിവുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോ എനിക്ക് സാധനം വാങ്ങുന്ന സമയത്ത് അല്ലെ ഈ കിച്ചണിലേക്ക് എന്താണ് ഐറ്റം വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. ഓരോന്നും ഓരോ വിധത്തിലുള്ള ബോട്ടിലുകളാണ് കേട്ടോ. കുറച്ച് ബോട്ടിലുകൾ മാത്രമേ ഉള്ളൂ ഒരുപോലെ ഉള്ളത്. അത് വീട് കയറി താമസത്തിന്റെ ആ സമയത്ത് വാങ്ങിയ ബോട്ടിലുകൾ മാത്രമാണ്. അപ്പൊ എല്ലാം ഗ്ലാസിന്റെ ജാറുകളാക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അത് ചെയ്യണം. എനിക്കങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും നമുക്ക് ഗ്ലാസിന്റെ ഒരു ജാറിന് തന്നെ 100 രൂപയാണ്. അപ്പൊ ഞാനിപ്പോ 2-3 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ചാറിടാനും ഉപ്പൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഗ്ലാസ് ഫുള്ളായിട്ട് 2 പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ സൊല്യൂഷൻ വെച്ചിട്ടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗ്ലാസ് ഒക്കെ നല്ലതുപോലെ ഷൈനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടുന്ന് നോക്കുമ്പോഴൊന്നും ഇങ്ങോട്ട് ക്ലിയർ എടുക്കുമ്പോഴൊന്നും ഗ്ലാസ്സിൽ പാടുകളൊന്നും കാണുന്നില്ല കേട്ടോ. നല്ല കണ്ടീഷൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ബോട്ടിലൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പകുതി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പകുതിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഷെൽഫിലൊന്ന് അടുക്കി വെക്കട്ടെ. ഏറ്റവും താഴെയുള്ള ഷെൽഫിൽ വലിയ ബോട്ടിലുകളാണ് ഇത് വെക്കുന്നത്. ഫസ്റ്റ് വെച്ച ബോട്ടില് ചായപ്പൊടിന്റെ ആണ്. രണ്ടാമതുള്ളത് ഇത് മാങ്ങാച്ചാറാണ് കേട്ടോ. ഉമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. പിന്നെ ഇത് മുളക് പൊടിയാണ്. ഇന്ന് ഞാൻ എന്റെ നാരങ്ങന്റെ തൊണ്ട് കൊണ്ട് അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നാരങ്ങയുടെ തൊണ്ട് ഞാൻ സുർക്കയിലും ഉപ്പിലും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നാരങ്ങ അച്ചാറാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് പഞ്ചസാരന്റെ ബോട്ടിലാണ്. ഇതും നാരങ്ങ അച്ചാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എന്റെ ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വൃത്തിക്കൊന്ന് അടുക്കി വെച്ചിട്ടോ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ബോട്ടിൽസുകളൊക്കെ. പിന്നെ ഇപ്പൊ നല്ല ഫിനിഷ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലാസിന്റെ ജാറുകളൊക്കെ ഞാനിപ്പോ മുകളിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം മക്കള് സ്റ്റൂളിലൊക്കെ കയറിയിട്ട് ബോട്ടിലുകളൊക്കെ എടുക്കാറുണ്ടാവും. അവര് ഹോർലിക്സ് ഇതൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ബോട്ടിൽ ചിലപ്പോൾ എടുത്തു കൊണ്ടുവരാറുണ്ട്. അപ്പൊ മമ്മി ഇതൊന്ന് തുറന്നതാ ഓപ്പൺ ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഗ്ലാസിന്റെ ജാറ് അവരുടെ കയ്യിൽ നിന്ന് എങ്ങാനും തട്ടി വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലാസ് കാലിലൊക്കെ ചില്ല് കയറിയാലൊന്ന് പേടിച്ചിട്ടാണ് മുകളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ഞാൻ എൻ്റെ ഈ ബോർഡ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിറഞ്ഞു നിൽക്കായിരുന്നു. ഇപ്പൊ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞപ്പോ കുറെ ബോർഡിൽ കാലിയായതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒഴിവാക്കി, ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പോൾ ആ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വീണ്ടും നമ്മൾ പർച്ചേസിന് പോകുന്ന സമയത്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന സമയത്ത് നമുക്ക് ബോട്ടിൽ തിരയേണ്ട ആവശ്യം വരില്ല. നമുക്ക് കഴുകി ക്ലീൻ ആക്കി വെച്ച ബോട്ടിലുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സ്പേസ് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് മടിയില്ലാത്ത ദിവസങ്ങളൊക്കെ നോക്കിയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.